യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പവിത്രൻ സാറേ, 2 ആഴ്ച സമയം കൊടുക്കും. അതിനകം മുടക്കമുള്ള തവണകൾ തിരികെ അടച്ചില്ലെങ്കിൽ നടപടി സ്വീകരിച്ചിരിക്കും. കമ്പനിക്കെതിരെയാണ് പോക്കെന്ന് കണ്ട സ്വന്തവും ബന്ധവും ഒന്നും ഞാൻ നോക്കിയെന്ന് വരില്ല. ആഹാ, പവിയേട്ടൻ ഇവിടെ നിൽക്കാണോ? എന്താ പവിയേട്ട, ഓഫീസിൽ എന്തെങ്കിലും? ഓഫീസിൽ എന്നാ പ്രശ്നങ്ങളില്ലാത്തത്? ഏട്ടന്റെ മകനായി പോയി. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു പൊട്ടനെ പിടിച്ച് ഓഫീസിലിരുത്തിയതിന്റെ അന്ന് മുതൽ തുടങ്ങിയതാ ഓഫീസിലെ പ്രശ്നങ്ങൾ. പൊട്ടൻ കരുത്ത് കാട്ടി തുടങ്ങി എന്നർത്ഥം. അല്ല, ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? പ്രശ്നം, ഞാൻ ഫിനാൻസ് കൊടുത്ത കമ്പനിക്കെതിരെ നിയമ നടപടിക്ക് ഉത്തരവിട്ടിരിക്കുക. ആര്? രൂപേഷോ? അല്ല, അതിനെന്തിനാ പവിയേട്ടൻ ടെൻഷൻ അടിക്കുന്നേ? അങ്ങനെ ഒരു കമ്പനി ഇല്ലല്ലോ. മനുഷ്യനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ വിട്ടിത്തം വിളിച്ച് പറയരുത്. ഇങ്ങനെ ഒരു കമ്പനി ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടാ ദർശന ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നേ. എന്റെ എല്ലാ ബിനാമി ഇടപാടുകളും കണ്ടെത്തി എന്നെ പ്രതിക്കൂട്ടി കയറ്റാനുള്ള അവളുടെ തന്ത്രമായതല്ല. ആ ഉരുമ്പട്ടോള് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ധൈര്യമായിട്ട് ഇറങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ നിങ്ങളുടെ ചേച്ചിയുടെ ശക്തമായ സപ്പോർട്ടുണ്ടാവും. ഇത് ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ ചേച്ചിയുടെ മുമ്പിൽ ഞാൻ ചേച്ചി ചേച്ചി ഓഫീസിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണോന്നറിയില്ല. എന്തായാലും നോക്കാം. ചേച്ചി, ഞാനിപ്പോ ചേച്ചിയുടെ കാര്യം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ചേച്ചി മുന്നിലെത്തി. എനിക്കും എന്തോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ചിലപ്പോ മനസ്സ് അങ്ങനെയാ പവി. വേണ്ടപ്പെട്ടവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് വല്ലാത്തൊരിഷ്ടം തോന്നും. ടെലിപ്പതിന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ പവിയേട്ടനും അങ്ങനെ തന്നെയാ. ചിലപ്പോഴേ ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് രാത്രി എഴുന്നേറ്റിരിക്കും. പിന്നെ ചേച്ചിയെ കാണണമെന്നും പറയും. രാത്രിയല്ലേ, ചേച്ചി ഗുളിക കഴിച്ചു ഉറങ്ങുന്നതല്ലേന്നും പറഞ്ഞ് ഞാൻ സമാധാനപ്പെടുത്തും. ഇങ്ങനെയുണ്ടൊരു സ്നേഹം. രൂപേഷ് മോനും ഇവനും എനിക്ക് ഒരുപോലെയാ. രണ്ടും പൊട്ടന്മാരെന്നാണോ? പവി, ഇത്തവണ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം വളരെ ഗംഭീരമാക്കണം. ഒരു കുറവും വരുത്താൻ പാടില്ല. അതിനെന്താ ചേച്ചി, ചേച്ചി പറഞ്ഞാ മതി, ഞാൻ ചെയ്തോളാം. എടുത്തി ഗുളിക കഴിക്കാൻ നേരമായി. ഗുളിക കഴിക്കാൻ മറന്നു. ദർശന കയ്യിലെടുത്ത് തന്നതാ. പിന്നെ കഴിക്കാന്ന് പറഞ്ഞു. ശരി. അല്ല ചേച്ചി, കമ്പനി കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം. നിങ്ങളുടെ ചേച്ചിയുണ്ടല്ലോ, വെറും കള്ളിയല്ല, കള്ളന് കഞ്ഞി വെച്ചവളാ. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണെന്നും പറഞ്ഞ് പൊട്ടം കളിച്ച് പോയത് കണ്ടില്ലേ? മതി.
ഏതിട്ടും കിടക്കുന്നില്ലേ? ആ കുറച്ച് കഴിയും. അത്യാവശ്യം ചില ഫയലുകൾ നോക്കാനുണ്ട്. നീ കിടന്നു. ആഹാ, ഇത് പതിവില്ലാത്തതാണല്ലോ. ഓഫീസിലെ കാര്യങ്ങള് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ലെന്ന് പറയുന്ന ആളല്ലേ. പിന്നെ ഇതെന്താ ഇത്ര വലിയ ഫയൽ നോട്ടം? സമയം ചിലപ്പോൾ നമുക്ക് വേണ്ടി കാത്തു നിന്നു വരില്ല. സമയത്തെ തോൽപ്പിക്കുമ്പോഴാണ് വിജയം. ഈ പതിവില്ലാത്ത പുതുമയൊക്കെ കാണുമ്പോഴേ എന്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെയാ വരുന്നത്. സംശയങ്ങളോ? എന്ത് സംശയം? അല്ല, ദർശന പവിയേട്ടനെ കുരുക്കാൻ അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുവാണല്ലോ. യതിയേട്ടനാണെങ്കില് അറിഞ്ഞോ അറിയാതെയോ അതിന് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഈ ധൃതിപ്പെട്ട് നോക്കുന്ന ഫയല് പവിയേട്ടനെതിരെയുള്ള തെളിവാണോന്നാ എനിക്ക് സംശയം. പെൺബുദ്ധിയല്ലേ, അങ്ങനെ ചിന്തിക്കാൻ വഴിയുള്ളൂ. നീ തല അധികം ചൂടാക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി, എന്റെ ചിന്തയുടെ കുഴപ്പമായിരിക്കാം. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ രാപ്പകലില്ലാതെ പണിയെടുത്തത് കൊണ്ട് കമ്പനി വളരൂന്നല്ലാതെ നിങ്ങൾക്ക് എന്താ പ്രയോജനം? ചിരിക്കാനല്ല പറഞ്ഞത്. ഇന്നലെ വരെ ഉപവിഗ്രഹങ്ങൾ മാത്രമുള്ള ഒരു അമ്പലമായിരുന്നു വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എങ്കിൽ ഇന്നത് മാറി. ഉഗ്ര ചൈതന്യമുള്ള പ്രധാന വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ കർമ്മവും നടന്നു. ഇനി പ്രധാന പ്രതിഷ്ഠയ്ക്കാ പ്രാധാന്യം. ഏതിയേട്ടാ, ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരാളുടെ ചീട്ട് കീറി തുടങ്ങി. ഇനി എന്നാ നിങ്ങളുടെ ചീട്ട് കീറി തുടങ്ങുന്നതെന്ന് അറിഞ്ഞാൽ മാത്രം മതി. കേറട്ടെ, അപ്പോഴല്ലേ. ആരോട് പറയാനാ, എന്റെ വിധി. മനുഷ്യ, നിങ്ങളോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതല്ലേ, വല്ല മുറുക്കാൻ ഇടിച്ചു കൊടുത്തോ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം നടത്തി കൊടുത്തോ എങ്ങനെയെങ്കിലും ആ മുത്തശ്ശിയെ പ്രീതിപ്പെടുത്തി വിൽപത്രം ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ. എന്നിട്ടത് നടന്നോ? ഞാൻ മുത്തശ്ശിയോട് വിൽപത്രത്തിന്റെ കാര്യം പല പ്രാവശ്യം പറയാൻ ശ്രമിച്ചതാ. മുത്തശ്ശി ഓരോന്ന് പറഞ്ഞ് അത് മാറ്റിക്കൊണ്ടേയിരിക്കും. ശരി, അത് വിട്. അതോ നടന്നില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും സുമംഗലയേട്ടത്തിയെ കൊണ്ട് നമുക്കുള്ള 10% വിഹിതം ഒരു 25% ആക്കി മാറ്റാൻ നോക്ക്. നിങ്ങൾ നയപരമായിട്ട് ഏട്ടത്തിയോട് പറഞ്ഞ അത് നടക്കും. ഞാൻ ചോദിക്കാൻ പോയാലേ അത് അവസാനം വഴക്കിലേ കലാശിക്കൂ. രഞ്ജിനി, നീ പറയുന്നത് പോലെ അല്ല കാര്യങ്ങള്. സുമംഗല ഏട്ടത്തിയോട് ഇക്കാര്യം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇക്കാര്യം ആദ്യം പറയേണ്ടതും സമ്മതിപ്പിക്കേണ്ടതും മറ്റൊരാളെയാ. ആദ്യം സമ്മതിപ്പിക്കേണ്ടത് രൂപേഷിനെയാ. അവനാണല്ലോ ഇപ്പൊ വിൽപത്രം എടുത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. ആ സ്ഥിതിക്ക് അവൻ സമ്മതിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. ആ, അത് ശരിയാ. പക്ഷേ രൂപേഷിന്റെ ചരടിപ്പോ ആ ഭദ്രകാളിയുടെ കയ്യില. അവളുടെ താളത്തിനൊത്തേ അവൻ തുള്ളൂ. വരട്ടെ, നമുക്ക് നോക്കാം. ഒരു യാമം കൊണ്ട് നേരം വിളിക്കില്ലല്ലോ.